സിനിമ കണ്ടപ്പോഴാണ് നമുക്കൊരു പല സിനിമകളിൽ പല വില്ലന്മാരെയും കണ്ടിട്ടുണ്ട്. പക്ഷെ അതൊരു വെറൈറ്റി വില്ലനായിരുന്നു. ഒരു മേഖല മാത്രം കോൺസെൻട്രേറ്റ് ചെയ്താൽ മതി. ഇത് എനിക്ക് ക്രിയേറ്റീവ് ആ സോണിലൊന്ന് ക്രിയേറ്റീവായിട്ട് എനിക്ക് എന്ത് ചെയ്യാം. ഈ കേരളത്തിലെ ടൂറിസത്തിന് ഞങ്ങൾ ഈ പുതിയ കാലത്തിനനുസരിച്ച് പല മാറ്റങ്ങളും വരുത്താൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. പലരോടും അഭിപ്രായം കേട്ടുകൊണ്ടാണ് നിങ്ങൾ നേരത്തെ കേരള ടൂറിസത്തിന് വേണ്ടി ചെയ്തിട്ടുണ്ട്. അതെ, ഇനിയും ചെയ്യാൻ ഞാൻ സ്വാഗതം ചെയ്യണം. അതായത് വിദേശികൾ കേരളത്തിലേക്ക് കൂടുതൽ വരാൻ നമ്മുടെ ഈ മാർക്കറ്റിംഗ് എങ്ങനെ കൂടുതൽ സഹായിക്കും. നമ്മൾ ഏതൊരു കമ്മ്യൂണിക്കേഷൻ ചെയ്താലും എന്നെ സംബന്ധിച്ച് യൂണിവേഴ്സൽ ആയിരിക്കണമെന്നാണ്. നമുക്ക് തീർച്ചയായിട്ടും എല്ലാവരും മനുഷ്യരാണ്. ടൂറിസം ക്യാമ്പയിൻ മറ്റു ക്യാമ്പയിനേക്കാൾ കോസ്റ്റ്ലി ആവുന്നതിന്റെ കാരണം എന്താ? നമസ്കാരം പ്രകാശ്. നമസ്കാരം. അപ്പോൾ കുറച്ചായി കാണണമെന്ന് വിചാരിച്ചിട്ട് സിനിമ കണ്ട് അപ്പോൾ ഒരു പേടിയാവുന്നത്. പൊതുവെ സിനിമ കണ്ടപ്പോഴാണ് നമുക്കൊരു പല സിനിമകളിൽ പല വില്ലന്മാരെയും കണ്ടിട്ടുണ്ട്. പക്ഷെ അതൊരു വെറൈറ്റി വില്ലനായിരുന്നു. അപ്പോൾ ആദ്യം വാഷ്റൂമിൽ നിന്ന് ഇറങ്ങി വരുന്ന ആൾ ഇങ്ങനെ വന്ന് പിന്നെ ഓരോ സീൻ കഴിയുമ്പോൾ മാറുകയാണല്ലോ. പിന്നെ പെട്ടെന്നൊരു ചേഞ്ചാണ് വരുന്നത്. സത്യം പറഞ്ഞാൽ ഞങ്ങളെ കണ്ടപ്പോൾ ഒരു പേടി ചെറുതായിട്ട് തോന്നിയിട്ടുണ്ട്. ഞാനിപ്പോൾ അതിലിപ്പോൾ അങ്ങനെ പേടിക്കേണ്ട കാര്യമില്ല എന്ന് മാത്രമേ എനിക്ക് പറയാൻ പറ്റുള്ളൂ. കാര്യം എനിക്ക് തോന്നുന്നത് മേ ബി എൻ്റെ ഫാമിലി എടുത്ത് ചോദിക്കേണ്ടി വരും. അവർക്ക് പറഞ്ഞല്ലേ, പൊതുവായിട്ട് എനിക്ക് മാത്രമുള്ള ഫീൽ ആയിക്കൊള്ളുന്നില്ല. ആ സിനിമ കണ്ട എല്ലാവർക്കും അങ്ങയുടെ ആ ഒരു ക്യാരക്ടർ ഭയങ്കരമായിട്ട് ഒരു വില്ലൻ ക്യാരക്ടർ എന്ന് പറയുമ്പോൾ ആ ക്യാരക്ടർ ജനങ്ങൾക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടുമ്പോൾ അതിൽ ഒരു പേടി സ്വാഭാവികമായിട്ടും വരുമല്ലോ. അങ്ങനെ നമുക്ക് ഒരുപാട് വില്ലൻ ക്യാരക്ടേഴ്സ് ഹിന്ദി ആയാലും തമിഴായാലും മലയാളത്തിലൊക്കെ ശ്രദ്ധിക്കപ്പെട്ട ക്യാരക്ടേഴ്സ്, അതുപോലൊരു ക്യാരക്ടറായിരുന്നു. തീർച്ചയായിട്ടും അതിന് സംശയമൊന്നുമില്ല. എനിക്ക് തോന്നുന്നത് അതിന് 2-3 കാര്യങ്ങൾ. ഫസ്റ്റ് ഓഫ് ഓൾ, ഇപ്പം ഈ സിനിമ ഇങ്ങനെ ഇത്ര സക്സസ്ഫുൾ ആവുമെന്ന് ഞാൻ ഉൾപ്പെടെ എനിക്ക് തോന്നുന്ന ക്രൂ മെമ്പേഴ്സിന് എല്ലാവർക്കും, പ്രൊഡ്യൂസറും ഡയറക്ടർ എല്ലാവരും നമുക്കൊരു നല്ല സിനിമയാകുമെന്ന് അറിയായിരുന്നു. പക്ഷേ ഇത് ശരിക്കും ആൾക്കാർ വെൽക്കം ചെയ്യുക, അതും ഈ ലെവലിൽ ആരും പ്രതീക്ഷിച്ചതല്ല. അതിന് വളരെ സന്തോഷമുണ്ട്. പിന്നെ ഈ പറഞ്ഞ പോലെ എൻ്റെ സ്പെസിഫിക് ആയിട്ടുള്ള ക്യാരക്ടർ എഴുതി വെച്ചിരിക്കുന്ന അതിൻ്റെ ഒരു ആർക്കുണ്ട്. അത് വളരെ മനോഹരമാണ്. അത് തീർച്ചയായിട്ടും അത് തരുൺ ഡിസൈഡ് ചെയ്ത പോലൊരു ഫ്രഷ് ഫേസ് ആകുമ്പോൾ ഉണ്ടാകുന്ന ഒരു അൺഎക്സ്പെക്റ്റഡ് ക്വാളിറ്റി അതിന് തീർച്ചയായിട്ടും ഉണ്ട്. അപ്പം ഞാനീ പറയുന്ന 2-3 ഘടകങ്ങളുണ്ടെന്ന് തോന്നുന്നു. കാര്യം ഒരു നെഗറ്റീവ് ക്യാരക്ടറിനെ ഇത്രമാത്രം ആൾക്കാർ സ്നേഹിക്കുക, അല്ലെങ്കിൽ എന്നെ കണ്ടാൽ തിരിച്ചറിഞ്ഞ് ആ സന്തോഷം എൻ്റെ അടുത്ത് പ്രകടിപ്പിക്കുക, ഇതൊക്കെ ഞാനിപ്പം കഴിഞ്ഞ എൻ്റെ ജീവിതത്തിൽ ഇതുവരെ ഞാൻ എക്സ്പീരിയൻസ് ചെയ്യാത്ത കഴിഞ്ഞ 1.5 മാസത്തെ ഫോൺ വിളികളാണെങ്കിലും എന്നെ കണ്ടാൽ എന്നോട് കാണിക്കുന്ന സ്നേഹമൊക്കെ അത്ര ക്രൂരമായ ഒരു പോലീസ് ഓഫീസറാണ്. പക്ഷേ അത് ഏറ്റെടുക്കുക എന്ന് പറയുന്നതിന് എനിക്ക് തോന്നിയിട്ടുള്ള 2-3 കാര്യങ്ങളുണ്ട്. ഒന്ന്, ഞാൻ ഈ പറഞ്ഞ പോലെ ക്യാരക്ടറിൻ്റെ ആ സിനിമയിലെ കഥയിൽ ഈ ക്യാരക്ടറിൻ്റെ ഒരു ആർക്ക് എഴുതി വെച്ചിരിക്കുന്നത് വളരെ ബ്യൂട്ടിഫുള്ളായിട്ടാണ്. 2, ഇതിൻ്റെ അകത്ത് ചെറിയ നുവാൻസസും ചെറിയ ഈ പെർഫോമൻസ് റിലേറ്റഡ് ആയിട്ടുള്ള പല കാര്യങ്ങളുണ്ട്. അത് ഞാൻ എപ്പോഴും ദേഷ്യക്കാരനല്ല. ഇതിൻ്റെ അകത്ത് ഞാൻ ചിരിക്കുന്നുണ്ട്, നല്ലവനാണ്, വളരെ ഫൺ ലിവിങ് ക്യാരക്ടറാണ്. ചിലപ്പോൾ ആവശ്യം വന്നാൽ മേ ബി ഡാൻസ് ചെയ്യും, എന്നിട്ടൊരു ഷിഫ്റ്റ് ഉണ്ട്. ഇതൊക്കെ വളരെ ഡീറ്റെയിൽഡായിട്ട് തരുണും വളരെ ഡീറ്റെയിൽഡായിട്ട് അസലായിട്ട് ഡയറക്റ്റ് ചെയ്തിട്ടുണ്ട്. പിന്നെ ഇതിൻ്റെ ബേസിക് ആയിട്ടൊരു ക്വാളിറ്റി, ആ സിനിമൻ്റെ ഒരു ബേസിക് കഥാരൂപം സുനിൽ എഴുതിയിരിക്കുന്നതും വളരെ ബ്യൂട്ടിഫുൾ. ഇതിനൊക്കെ പുറമേ എനിക്ക് തോന്നുന്നു ഞാൻ ഈ എൻ്റെ പെർഫോമൻസ് ഞാൻ ഷെയർ ചെയ്യുന്നത് വളരെ ലെജൻഡറി ആയിട്ടുള്ള മോഹൻലാൽ എന്ന് പറയുന്ന ലാലേട്ടനെ പോലത്തെ ഒരാളുടെ കൂടെ ഷെയർ ചെയ്യുമ്പോൾ ഉണ്ടാകുന്നൊരു ഇമ്പാക്റ്റ് ഉണ്ട്. എനിക്ക് പല സമയത്തും തോന്നിയിട്ടുണ്ട് ആ ഒരു ഓറയും ഈ ക്യാരക്ടറിന് ശരിക്കും തീർച്ചയായിട്ടും. കാര്യം ഇപ്പം ഞാൻ വെറുതെ വേറൊരു ആക്ടറിൻ്റെ ചെവിക്ക് പിടിച്ചാൽ ഈ ഇമ്പാക്റ്റ് അല്ല. മോഹൻലാൽ എന്ന് പറയുന്ന ഒരു ലെജൻഡറി ആക്ടർ ചെയ്തു വെച്ചിരിക്കുന്ന വർഷങ്ങളായിട്ടുള്ള ഭീകര ക്യാരക്ടേഴ്സ്. ഒരു സ്റ്റേജിൽ ഞാൻ മോനെ ദിനേശ എന്ന് പോലും വിളിക്കുന്നുണ്ട്. ഇതൊക്കെ ലാലേട്ടൻ്റെ വളരെ പോപ്പുലർ ആയിട്ടുള്ള. അപ്പം ഞാൻ അങ്ങനെ ഒരു വ്യക്തിയുടെ ഓപ്പോസിറ്റ് നിന്ന് ഞാൻ ചില ഡയലോഗ് പറയുമ്പോഴും അല്ലെങ്കിൽ ഞാൻ കാണിക്കുന്ന ചില കാര്യങ്ങളിൽ
ആ വ്യക്തിയുടെ ഒരു ഓറയും കൂടെ എനിക്ക് തോന്നുന്നു ജോർജ് സാറിലോട്ട് വന്നിട്ടുണ്ട്. അത് വെറുതെ ഒരു ആക്ടർ ആയിരുന്നെങ്കിൽ, ഇതൊക്കെ ഞാൻ വിശ്വസിക്കുന്ന കാര്യങ്ങളാണ് കേട്ടോ. അങ്ങനെ കുറേ ഘടകങ്ങൾ, ചില സിനിമകൾ അങ്ങനെയാണെന്ന് എനിക്ക് തോന്നുന്നു. എല്ലാവരും എല്ലാ സിനിമയും നല്ല ഉദ്ദേശത്തോടു കൂടിയും ധാരാളം ഹാർഡ് വർക്ക് ചെയ്തും പറ്റാവുന്ന എല്ലാം അതിൽ ഉൾക്കൊണ്ടാണ് ഒരു സിനിമ ചെയ്യുന്നത്. പക്ഷെ ചില സിനിമ നമ്മൾ പ്രതീക്ഷിക്കാത്ത രീതിയിൽ അത് ആ ബാറ് വിട്ടു പോകുന്നത് എവിടെയോ ഞാൻ വിശ്വസിക്കുന്ന ഏതോ ഒരു പവർ ചില സിനിമയ്ക്ക് സംഭവിക്കും. ഇനിയിപ്പോൾ അടുത്ത സിനിമ ആണ് നിങ്ങൾ ശ്രദ്ധിച്ച് ചെയ്യേണ്ടത്. വലിയ എക്സ്പെക്ടേഷനിലായിരിക്കുന്ന ആള്. അപ്പോൾ അടുത്ത സിനിമ, അടുത്ത ക്യാരക്ടർ വളരെ ശ്രദ്ധിച്ചിട്ടായിരിക്കും. അതെ, തീർച്ചയായും. നിങ്ങൾ ഈ പരസ്യങ്ങളെ നമ്മൾ പൊതുവെ എടുക്കുമ്പോൾ ഇപ്പോൾ ടൂറിസം മേഖലയായിട്ട് ബന്ധപ്പെട്ട് ഉൾപ്പെടെ കുറേ കാലമായിട്ട് പ്രവർത്തിക്കുന്ന ഒരാളാണല്ലോ. അതെ. ഇപ്പോൾ എനിക്കതിൽ ഒരു പ്രത്യേകത, നമ്മുടെ ഷാറൂഖ് ഖാൻ്റെ പരസ്യം ഉണ്ടല്ലോ, അതെ, അത് യഥാർത്ഥത്തിൽ ഈ നടന്നു പോകുന്ന ആളുകളുടെ അടുത്ത് ഷാറൂഖ് ഖാൻ നടന്നു പോകുന്നു കാണുന്നു, അതൊരു ഭയങ്കരമായ നാച്ചുറൽ ഫീലാണ്. അത് ആ ഫ്ലൈറ്റിനകത്തും ഒക്കെ ഹോട്ടലിൽ സപ്ലൈ ചെയ്യാൻ വേണ്ടി പോകുന്ന സമയത്ത്. അപ്പം അത് എങ്ങനെയാണ് അതിൻ്റെ ഒരു എക്സ്പീരിയൻസ് എന്ന് പറഞ്ഞാൽ? അത് വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടൊരു പ്രോസസ്സ് തന്നെയായിരുന്നു അത്. കാര്യം എൻ്റെ മേഖല, ഞാൻ ചെയ്യുന്നത് അഡ്വർടൈസിങ് ഫിലിംസാണ്. ഞാനും എൻ്റെ വൈഫ് സ്നേഹം നടത്തി വരുന്ന 2000 തൊട്ട് അഡ്വർടൈസിങ് ഫേം നിർവാന ഫിലിംസ് എന്ന് പറയുന്നത്. അപ്പം ഞങ്ങൾ ഫിലിമുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ മാത്രമേ ചെയ്യാറുള്ളൂ. അപ്പം അഡ്വർടൈസിങ് എന്ന് പറയുന്നത് വളരെ വലിയൊരു ഒരു ബ്രാൻഡ് ഡെവലപ്പ് ചെയ്യണമെങ്കിൽ ഫിലിം മാത്രം പോരാ. അതിൻ്റെ പുറകിൽ ഇപ്പം ഔട്ട്ഡോർ ക്യാമ്പയിൻ ഉണ്ടാവും, സ്റ്റിൽസ് ഉണ്ടാവും, അങ്ങനെ പല ക്യാപ്ഷൻ, ഒരു പാക്കേജിങ്ങിൻ്റെ ആർട്ട്, അതെങ്ങനെയായിരിക്കണം ആ പാക്കേജിങ്, ഇപ്പോൾ ഒരു പ്രൊഡക്റ്റ് ആണെന്നുണ്ടെങ്കിൽ, അങ്ങനെ പല കാര്യങ്ങൾ നമ്മൾ ഫിലിമുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ മാത്രമാണ്. അപ്പോൾ ചില സമയത്ത് അതൊരു അഡ്വർടൈസിങ് ഏജൻസി വഴിയായിരിക്കും ഒരു ഐഡിയ വരിക, അല്ലെങ്കിൽ ഒരു സ്ക്രിപ്റ്റ് വരിക, സിനിമയൊക്കെ പോലെ തന്നെ. ആസ് എ ഫിലിം മേക്കർ ഞാൻ അതിലിരുന്ന് റീവർക്ക് ചെയ്ത് ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്ന രീതിയിൽ റീവർക്ക് ചെയ്ത് ചെയ്യാറുണ്ട്. ചിലത് അങ്ങനെയല്ല, ചിലത് നേരിട്ട് നമ്മളെ അവിടെ ചിലപ്പോൾ ഒരു അഡ്വർടൈസിങ് ഏജൻസി ഉണ്ടാകാറില്ല, അപ്പോൾ നേരിട്ട് നമ്മളെ തന്നെ കോൺടാക്ട് ചെയ്യുന്ന ഒരവസ്ഥയുണ്ടാവും. അപ്പം അങ്ങനെ വരുമ്പം എനിക്ക് ആ ഫിലിമിനെ പറ്റി മാത്രം ചിന്തിച്ചാൽ മതി. അത് ഒരു ഫിലിം മേക്കറിനെ സംബന്ധിച്ച് വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടൊരു സ്പേസാണ്. കാര്യം നമുക്ക് എക്സ്പ്ലോർ ചെയ്യാം, സാധാരണ കണ്ടുവരുന്ന ഒരു കമ്മ്യൂണിക്കേഷൻ ഇല്ലാതെ എക്സ്പ്ലോർ ചെയ്യാം. അങ്ങനത്തെ ഒരു സിറ്റുവേഷനായിരുന്നു ദുബായ് ടൂറിസം. അതെനിക്ക് വരുന്നത് SRK ഷാറൂഖ് ഖാൻ മുഖേനയാണ്. ഒരു അഡ്വർടൈസിങ് ഏജൻസി ഉണ്ടായിരുന്നില്ല, പക്ഷേ ആ അക്കൗണ്ട് ഹാൻഡിൽ ചെയ്യുന്നൊരു ബോർഡ് ദുബായിലുണ്ട്. അപ്പം SRKനെ ദുബായ് ടൂറിസം, ദുബായ് ബ്രാൻഡ് അംബാസിഡറായിട്ട് അത് അവർ ആയതിനു ശേഷം എനിക്ക് ഈ കോൾ വന്നതും ടൂറിസം അടിച്ചു കയറാൻ അതൊരു കാരണമായി. തീർച്ചയായിട്ടും ഒബ്വിയസ്ലി അത്രയും ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളൊരു ഫാൻ ഫോളോയിങ് ഉള്ള വളരെ ടാലൻറ്റഡ് ആയിട്ടൊരു മനുഷ്യനല്ലേ. അപ്പം അതൊരു വലിയ മൂവ് തന്നെയായിരുന്നു ദുബായിനെ സംബന്ധിച്ച്. അപ്പം അതങ്ങനെ വന്നപ്പോൾ എനിക്ക് വേറെ ഒന്നും ചിന്തിക്കേണ്ട കാര്യമില്ല. ചില സമയത്ത് നമ്മൾ ചെയ്യുമ്പോൾ നമുക്ക് പല കാര്യങ്ങൾ ചിന്തിക്കണമല്ലോ. ഇപ്പോൾ ഏതെങ്കിലും ഒരു പ്രൊഡക്റ്റ് ആണെങ്കിൽ നമുക്ക് ഇന്ന കാര്യങ്ങളിലോട്ട് പോകരുത്, ഇത് ഒരു മേഖല മാത്രം കോൺസെൻട്രേറ്റ് ചെയ്താൽ മതി. അപ്പം ഇത് എനിക്ക് ക്രിയേറ്റീവായിട്ട് എനിക്ക് എന്തും ചെയ്യാം. എൻ്റെ മുമ്പിലുള്ളത് ഷാറൂഖ് ഖാനാണ്, ദുബായ് ആണ്, എനിക്ക് വേറെ ഒന്നും ചിന്തിക്കേണ്ട കാര്യമില്ല. അപ്പം അത് എന്നെ സംബന്ധിച്ച് വലിയൊരു ഓപ്പർച്യൂണിറ്റിയാണ്. അപ്പം അങ്ങനെ വരുന്ന സമയത്ത് നമ്മൾ തന്നെയാണ് നമുക്ക് ഇന്നൗസ് ആയിട്ടുള്ള, നമുക്ക് കണക്റ്റഡ് ആയിട്ടുള്ള. അപ്പം ഇങ്ങനത്തെ സാഹചര്യങ്ങൾ എനിക്ക് എപ്പോഴും ഞാൻ എൻ്റെ ബ്രദറോ ഗുരുവോ അല്ലെങ്കിൽ എന്താ പറയുന്നത്, ഏറ്റവും വളരെ അടുത്ത സുഹൃത്തായ ഹരിദാസ് എന്ന് പറഞ്ഞ ഒരു ക്രിയേറ്റീവ് റൈറ്റർ ഉണ്ട്. അപ്പം ഇങ്ങനത്തെ സാഹചര്യങ്ങൾ ഹരിയാണ് എൻ്റെ കൂടെ ഇരുന്ന്, ഹരിയാണ് ഒരു സിറ്റുവേഷൻ ഞങ്ങൾ ഡിസ്കസ് ചെയ്താൽ ചിലപ്പോൾ ഒരു ക്യാപ്ഷൻ എഴുതും, എന്നിട്ട് അതിനെപ്പറ്റി പറയും. അപ്പോൾ ഈ സമയം അധികം ഉണ്ടായിരുന്നില്ല. അപ്പോൾ ഇതിൻ്റെ പ്രോസസ്സിൽ ഹരിയാണ് എൻ്റെ അടുത്ത് പറഞ്ഞത്, ദിസ് ഇസ് മൈ ദുബായ്, ബി മൈ ഗസ്റ്റ് എന്ന് പറയുന്ന ഒരു ക്യാപ്ഷൻ. അപ്പോൾ ഇങ്ങനെ സംഭവിച്ചാൽ, ഇങ്ങനെ പുള്ളിയാണല്ലോ, അപ്പോൾ നമുക്ക് അപ്രത്യക്ഷമായിട്ട് എവിടെയും ചിലപ്പോൾ ഷാറൂഖിനെ കാണാൻ പറ്റും എന്ന് പറയുന്ന ഒരു അവസ്ഥ ഇൻട്രസ്റ്റിംഗ് ആണ്. പക്ഷേ ഇത് എക്സിക്യൂഷൻ എന്ന് പറയുന്നത്, ഇത്രയും വലിയൊരു സ്റ്റാറിനെ നമ്മൾ പബ്ലിക് ആയിട്ടുള്ള സ്പേസിൽ നമ്മൾ ഇറക്കി വിടുക എന്ന് പറയുന്ന സെക്യൂരിറ്റി പ്രശ്നം ഭയങ്കര റിസ്ക് ഉണ്ട്. പക്ഷേ അതിൻ്റെ കോൺവെർസേഷനൊക്കെ ഞാൻ തലേ ദിവസമാണ് സാർക്ക് എഴുതുന്നത്, ഞാൻ ഇതാണ് ചെയ്യാൻ പോകുന്നത്, എനിക്ക് ഇവൻച്വലി ഇത് കഴിഞ്ഞിട്ട് ഇതിലൊരു ഫിലിം ഉണ്ടാവുമെന്ന് പോലും എനിക്കറിയില്ല. കാര്യം ആൾക്കാർ, അപ്പം ഇൻഫാക്ട് പുള്ളിയും ചോദിച്ചപ്പോൾ എങ്ങാനും ആൾക്കാർ റിയാക്ട് ചെയ്തില്ലെങ്കിൽ ചെയ്യും എന്നുള്ള വിശ്വാസത്തിൽ നമുക്ക് പോകും. ഒന്ന് ആലോചിച്ച് നോക്കണം, അത്രയും വലിയൊരു സ്റ്റാറിൻ്റെ ആക്ടറിൻ്റെ സമയം
ഇതെല്ലാം കഴിഞ്ഞ് ഞാൻ പറയാണ് എനിക്ക് ഫിലിം ഇല്ല എന്ന് പറയുന്ന ഒരു റിസ്ക് എലമെന്റ് ഉണ്ട്. വലിയ റിസ്ക്. പക്ഷെ എനിക്ക് അങ്ങനത്തെ റിസ്ക് എലമെന്റ് ഇഷ്ടമാണ് ജീവിതത്തിൽ. കാര്യം അത് ഭയങ്കര ക്ലിക്കായത് ദുബായ് ടൂറിസത്തിനത്. തീർച്ചയായിട്ടും ഞാൻ നിങ്ങൾ നേരത്തെ കേരള ടൂറിസത്തിന് വേണ്ടി ചെയ്തിട്ടുണ്ട്. അതെ, ഇനിയും ചെയ്യാൻ ഞാൻ സ്വാഗതം ചെയ്യണം. അതിന്റെ കാര്യങ്ങളെ മുന്നോട്ട് പോകണം. സന്തോഷമേ ഉള്ളൂ. അപ്പോൾ ഈ കേരളത്തിലെ ടൂറിസത്തിന് ഞങ്ങൾ ഈ പുതിയ കാലത്തിനനുസരിച്ച് പല മാറ്റങ്ങളും വരുത്താൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. പലരോടും അഭിപ്രായം കേട്ടുകൊണ്ടാണ്. ഇപ്പോൾ കേരളത്തിലെ ടൂറിസം, ഇപ്പം അങ്ങ് നേരത്തെയും കേരള ടൂറിസമായിട്ട് ബന്ധപ്പെട്ട് ആഡൊക്കെ ചെയ്തതാണ്. അതെ, നമ്മൾ ലോകത്തു നിന്നും കൂടുതൽ മനുഷ്യരെ കേരളത്തിലേക്ക് കൊണ്ടുവരാൻ നമ്മൾ വലിയ ശ്രമമാണല്ലോ നടത്തുന്നത്. അതെ. അപ്പോൾ അതിൻ്റെ ഭാഗമായുള്ള വീഡിയോസ് മറ്റ് സോഷ്യൽ മീഡിയയിലുമൊക്കെ പോകുന്നത്, പിന്നെ ഒരുപാട് അന്താരാഷ്ട്ര തലത്തിലുള്ള അവാർഡിന് പ്രസൻറ്റ് ചെയ്യേണ്ട വീഡിയോസൊക്കെ നമ്മൾ ഇറക്കും. അത് എത്രയോ കാലമായിട്ടുള്ള രീതിയാണ്. ഒരു ഏജൻസി ഉണ്ടാവും, ഏജൻസി വഴി ചെയ്യുന്നു. ഇപ്പോഴാണ് അനാവശ്യ വിവാദങ്ങളും വരികയാണ്. ഇതിന് ഇത്ര ചിലവ് കൂടുതലാണ്, ഇത് മിനിസ്റ്റർക്ക് വേണ്ടിയിട്ടുള്ളതാണ്. യഥാർത്ഥത്തിൽ എൻ്റെ ഫേസ്ബുക്ക് ഹാൻഡിലിനോ ഇൻസ്റ്റാഗ്രാമിനോ ഈ വീഡിയോ ആയിട്ട് ഒരു ബന്ധവുമില്ല. പക്ഷെ ചില അനാവശ്യ വിവാദങ്ങളൊക്കെ വരും. പക്ഷെ ആ വിവാദങ്ങൾ അതിൻ്റെ ഭാഗത്ത് നിൽക്കട്ടെ. നമ്മൾ അങ്ങനെ നോക്കുമ്പോൾ കേരളത്തിലെ ടൂറിസത്തെ ഇനിയും കൂടുതൽ വിദേശികളെ ആകർഷിക്കുന്ന നിലയിലേക്ക് എങ്ങനെ നമുക്ക് ഇത്തരം ഈ വീഡിയോസ്, അതുപോലെ മാർക്കറ്റിംഗ്, റീൽസ്, ഇതൊക്കെ എങ്ങനെ മാറ്റിയെടുക്കാൻ പറ്റുമെന്നാണ് അഭിപ്രായം? തീർച്ചയായിട്ടും. അതായത് വിദേശികൾ കേരളത്തിലേക്ക് കൂടുതൽ വരാൻ നമ്മുടെ ഈ മാർക്കറ്റിംഗ് എങ്ങനെ കൂടുതൽ സഹായിക്കും? തീർച്ചയായിട്ടും വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടൊരു ചോദ്യം കൂടെയാണ്. കാര്യം ഞാനിപ്പം കഴിഞ്ഞ എൻ്റെ ഒരു 10-30 വർഷത്തെ അഡ്വർടൈസിങ് എക്സ്പീരിയൻസിൽ ഞാൻ മിക്കവാറും എനിക്ക് തോന്നുന്ന ഇന്ത്യയിലെ തന്നെ എല്ലാ സ്റ്റേറ്റിൻ്റെയും ടൂറിസം ക്യാമ്പയിൻ ചെയ്തിട്ടുണ്ട്. അതിനുള്ള ടൂറിസം ക്യാമ്പയിൻ മറ്റു ക്യാമ്പയിനേക്കാൾ കോസ്റ്റ്ലി ആവുന്നതിൻ്റെ കാരണം എന്താ? അല്ല, കോസ്റ്റ് എപ്പോഴും ഒരു സ്റ്റോറിയായിട്ട് ബന്ധപ്പെട്ടിരിക്കും. വളരെ സ്ട്രോങ് ആയിട്ടുള്ളൊരു ചെറിയ ഐഡിയക്ക് കോസ്റ്റ് ഇല്ല. ഒരു സ്റ്റോറിയിൽ എന്തൊക്കെ എലമെൻറ്റുകളുണ്ടോ, എത്ര ദിവസത്തെ ഷൂട്ടിംഗ് പ്രോസസ്സുകളുണ്ട്, എത്ര ദിവസത്തെ പ്രോസസ്സ് ഉണ്ട്, ഇതൊക്കെ അപ്പം ഒരു ഫിക്സ്ഡ് ബഡ്ജറ്റ് ഒരിക്കലും ഒന്നിനെയും സംബന്ധിച്ചും ഉണ്ടാവില്ല. അത് വളരെ എക്സ്പെൻസീവ് ആയിട്ടുള്ള ലൊക്കേഷൻ ആണെങ്കിൽ ആ ലൊക്കേഷന് ചിലപ്പോൾ കൊടുക്കേണ്ടി വരും. ഓരോ ഫിലിമിനും അതിൻ്റെതായിട്ടുള്ള കാര്യങ്ങളുണ്ടാവും. പിന്നെ അതിൽ ഇൻവോൾവ് ചെയ്തിരിക്കുന്ന പ്രൊഫഷണൽസ് ആണെങ്കിൽ തന്നെ വളരെ പേര് കേട്ട എസ്റ്റാബ്ലിഷ് ആയിട്ടുള്ള നമ്മളിപ്പോൾ വലിയൊരു ആർട്ടിസ്റ്റിനെ പോയി കണ്ട് ഒരു ചിത്രം വരയ്ക്കണമെന്ന് പറഞ്ഞാൽ നിസ്സാര തുകയ്ക്ക് വരില്ല. അത് ക്യാൻവാസിൻ്റെ കോസ്റ്റ് അല്ല അവിടെ. അദ്ദേഹത്തിൻ്റെ എക്സ്പീരിയൻസും ബോഡി ഓഫ് വർക്കും ഒക്കെ അതിനാണ് ആ പ്രൈസ് കൊടുക്കുന്നത്. അപ്പം ഇറ്റ് ഡിപ്പെൻസ് ആരൊക്കെ ഇൻവോൾവ് ചെയ്യുന്നു എന്നൊക്കെ പറയുന്നത്. എന്തായാലും ഞാൻ നേരത്തെ പറഞ്ഞ ചോദ്യത്തിലോട്ട് വരികയാണെങ്കിൽ ഞാൻ പല ടൂറിസം ക്യാമ്പ് ഇൻക്ലൂഡിങ് ഇൻക്രെഡിബിൾ ഇന്ത്യ തന്നെ 3 പ്രാവശ്യം ഞാൻ ഇനിഷ്യൽ സ്റ്റേജിലൊക്കെ ചെയ്ത് കേരള ടൂറിസം ഒക്കെ ചെയ്ത് എന്നെ സംബന്ധിച്ച് ഏറ്റവും എക്സൈറ്റിംഗ് ആയിട്ടുള്ള പ്രോസസ്സാണ്. കാര്യം ആ ഒരു പ്രോസസ്സ് വഴി എനിക്ക് മിക്കവാറും ഇപ്പം കേരളം എനിക്ക് എല്ലാം ഞാൻ ഇവിടെയാണ് പഠിച്ചത്, വളർന്നത്. ഇടയ്ക്കിടയ്ക്ക് ഞാൻ ഇവിടെ വരും, ഇവിടെ മാക്സിമം സമയം സ്പെൻഡ് ചെയ്യും. ബാക്കി സ്ഥലങ്ങളിൽ നമ്മൾ ചെയ്യുന്ന സമയത്ത് എനിക്ക് അതിനെപ്പറ്റി കൂടുതൽ പഠിക്കാൻ പറ്റും. ഞാൻ വളരെ ഡീറ്റെയിൽഡായിട്ട് അവിടെ ട്രാവൽ ചെയ്യും. നമ്മളൊരിക്കലും ഒരു പെട്ടി പാക്ക് ചെയ്ത് പോയി താമസിക്കണമെന്ന് വിചാരിക്കാത്ത സ്ഥലത്തൊക്കെ ആയിരിക്കും നമ്മളെ ഈ ഒരു ക്യാമ്പയിൻ വഴി കൊണ്ടുപോവുക. അത് എന്നെ സംബന്ധിച്ച് വലിയൊരു പഠനമാണ്. ഒരു കൾച്ചറിനെ പറ്റി മനസ്സിലാക്കാനും അതിനെ ബേസ് ചെയ്തൊരു ഫിലിം ഉണ്ടാക്കുക എന്ന് പറയുന്നത് ഏറ്റവും സന്തോഷമുള്ള കാര്യമാണ് എന്നെ സംബന്ധിച്ച്. ഇപ്പോൾ കേരള ടൂറിസത്തിൻ്റെ കാര്യത്തിൽ ഇപ്പം നേരത്തെ പറഞ്ഞൊരു ചോദ്യത്തിൽ ഞാനൊരു എക്സാമ്പിൾ പറയാം. ഞാൻ ആ സമയത്ത് കേരള ടൂറിസം ചെയ്യുന്ന സമയത്ത് അന്നത്തെ ആവശ്യവും അതായിരുന്നു. അത് അന്ന് സ്വരൂപ് ഒരു ക്രിയേറ്റീവ് ഫൗണ്ടറാണ് സ്റ്റാർക്കിൻ്റെ. ഈ യുവർ മൊമെൻറ്റ് ഇസ് വെയിറ്റിംഗ് എന്ന് പറഞ്ഞൊരു ക്യാപ്ഷൻ എഴുതി. അന്ന് എനിക്ക് ധാരാളം ഇതേ ആവശ്യമായിരുന്നു. കാര്യം കുറച്ച് പ്രീമിയം ആയിട്ടുള്ള വിദേശികളായ ടൂറിസ്റ്റിനെ തീർച്ചയായിട്ടും നമുക്ക് കൊണ്ടുവരേണ്ടതായിട്ടുള്ള അതാണ് നമ്മുടെ ടാർഗറ്റ് ഓഡിയൻസ്. അല്ലാതെ ഇത് കേരളത്തിലുള്ള ആൾക്കാർക്കോ അല്ല, ഈവൻ ഇന്ത്യയിൽ പോലുമല്ല. നമുക്ക് അവിടെയായിരുന്നു എൻ്റെ ടാർഗറ്റൊക്കെ. അപ്പോൾ അതിനെ ബേസ് ചെയ്ത് എനിക്ക് ധാരാളം സ്വരൂപം ഈ പറയുന്ന ഹരിയും ഇൻവോൾവ് ആയിരുന്നു. ധാരാളം ഇൻഫർമേഷൻസ് ഒരു 5-6 മാസം എടുത്ത് എനിക്ക് ഫീഡ് ചെയ്തുകൊണ്ടേയിരുന്നു. അപ്പം ഞാൻ മനസ്സിലാക്കാത്ത വേറെ പല തലത്തിലുള്ള ഡെപ്ത്ത് നമ്മുടെ സ്റ്റേറ്റിനെ പറ്റി മനസ്സിലാക്കാൻ സാധിച്ചു. അതിൽ ആൾക്കാർ വിദേശികൾ ഇവിടെ വന്ന് പോയി എഴുതി വെച്ചിരിക്കുന്ന പുസ്തകങ്ങളും അവരെഴുതിയിരിക്കുന്ന ചില കോട്ടുകളും
പിന്നെ ചില എക്സ്പീരിയൻസുകൾ. ഫോർ എൻ എക്സാമ്പിൾ ഞാനൊരു ഉദാഹരണം പറയാം. ഒരു കപ്പിൾ ഇവിടെ വന്ന് അവർ ഏതോ ഒരു ബോട്ടിൽ എവിടെയോ ഒരു സ്ഥലത്ത് നിൽക്കുന്ന സമയത്ത് ഏർലി മോർണിംഗ് അവർ എണീറ്റിരിക്കുന്നുണ്ടോ, അവർക്കൊരിക്കലും എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റാത്ത ഒരു തരം അവസ്ഥ. അതായത് ഈ വാട്ടർ ബോഡിയും സ്കൈയും അതിനൊരു ഡെഫിനിഷനില്ല. വെള്ളം ഏതാണ് ആകാശം ഏതാണെന്ന് അറിയാൻ മേലാത്തൊരു വല്ലാത്തൊരു ഇമേജറി. അങ്ങനെ ഒരു സൈലൻസ് അവർ ജീവിതത്തിൽ എക്സ്പീരിയൻസ്. സൈലൻസ് എന്ന് പറയുന്ന ചില സമയത്ത് നമുക്ക് വല്ലാത്തൊരു അവസ്ഥ ഉണ്ടാക്കും. ആ സമയത്തൊരു പക്ഷി അടുത്ത് വന്ന് കുറച്ച് നേരം നിന്നിട്ട് അതിങ്ങനെ പറന്നുപോയി. വളരെ അടുത്തൊരു പക്ഷി, അതായത് ചിറകൊന്നും അടിക്കാതെ, ഒരു ഭീകരാവസ്ഥയല്ല, വളരെ സോഫ്റ്റ് ആയിട്ടൊരു പക്ഷി വന്നിങ്ങനെ നിന്നിട്ട് അവർ കുറച്ചു നേരം നോക്കിയിട്ട് പക്ഷി ഇങ്ങനെ പോയി. അവരവിടെ ഇരുന്ന് കരഞ്ഞു എന്നാണ് പറഞ്ഞത്. ഇതേ സ്പോട്ടിൽ 1 വർഷം കഴിഞ്ഞ് അവർ തിരിച്ചു വന്ന് അവിടെ തന്നെ കല്യാണം കഴിച്ചു. കാര്യം അത് ഡിവൈൻ ആയിട്ടുള്ളൊരു മൊമെൻ്റ് ആണ്. ഞാൻ പറയണേ, ഇങ്ങനെ പല എക്സ്പീരിയൻസുകൾ എൻ്റെ അടുത്ത് പറഞ്ഞിട്ട് അതെല്ലാം കൂടെ കോർത്തിണക്കി ആ സമയത്ത് ഞങ്ങളെല്ലാവരും തീരുമാനിച്ചൊരു കാര്യം, നമുക്കിപ്പോൾ കേരളത്തിനെ പറ്റി നമ്മളൊരു അഡ്വർടൈസിങ് ചെയ്യുന്ന സമയത്ത് കുറേ ഹൗസ് ബോട്ടുകൾ കാണിക്കുക, അല്ലെങ്കിൽ പച്ചപ്പാണ്, അല്ലെങ്കിൽ കഥകളിയുടെ യഥാർത്ഥ രൂപം, അല്ലെങ്കിൽ തെയ്യം എന്നൊക്കെ പറയുന്നത് നമ്മൾ ഗൂഗിൾ ചെയ്താൽ പോരെ. ഇതൊക്കെ നമ്മൾ പറഞ്ഞു കഴിഞ്ഞിരിക്കുന്ന കാര്യങ്ങളാണ്. പക്ഷെ നമുക്ക് കഥയുണ്ട്. അത് ഇപ്പോഴും ധാരാളം കഥകൾ ഇനിയും നമുക്ക് പറയാനുണ്ട്. ഇപ്പം ഞാനൊരു ആ ഫിലിമിൽ ചെറിയൊരു എക്സാമ്പിൾ പറഞ്ഞുതരാം. എൻ്റെ കുട്ടിക്കാലത്ത് എൻ്റെ അച്ഛനും അച്ഛൻ്റെ അനിയന്മാരും ഒക്കെ കഥകളി പരിശീലിച്ച ആൾക്കാരാണ്, അതിനെപ്പറ്റി നല്ല ബോധമുള്ളവരാണ്. അപ്പോൾ ഈ കഥകളി അഭ്യസിച്ചിരുന്നവർക്കൊക്കെ അവർക്ക് വെറുതെ ഇരിക്കുന്ന സമയത്തും അവർ മുദ്രകൾ ചെയ്യും, കത്തിവേഷം വെറുതെ ചെയ്യും. അങ്ങനെയാണ് ജീവിതത്തിൽ, അങ്ങനെയാണ്. അപ്പോൾ എൻ്റെ കുടുംബത്തെ ചേർത്തലയിൽ എൻ്റെ കോലത്തിന് മുമ്പത്തൊക്കെ ഞാൻ കുട്ടിക്കാലത്ത് കളിച്ച് നടക്കുന്ന സമയത്തൊക്കെ ഒബ്വിയസ്ലി അന്ന് നമുക്ക് ഈ പറഞ്ഞ പോലെ മതിലുകളോ ഒന്നുമില്ലല്ലോ. അതുവഴി ഒരു ഇടവഴി പോകുന്നുണ്ടാവും. അവിടെ ഒന്നും വേലിയൊന്നുമില്ല, ഒക്കെ പൊതുവഴിയാണ്. പക്ഷെ ഇതിന്റെ അകത്തുകൂടെയാണ് പോകുന്നത്. അപ്പൊ ഈ തിണ്ണയിലിരുന്ന് എൻ്റെ അച്ഛൻ അല്ലെങ്കിൽ അച്ഛൻ്റെ ഏതെങ്കിലും ഒരു അനിയൻ ഞാൻ കാണുന്നത് ശരീരത്തിലൊന്നും ഇട്ടിട്ടില്ല, കൊണ്ട് മാത്രമേ ഉള്ളൂ, വേഷമൊന്നുമില്ല. അതായത് മാസ്കും അല്ലെങ്കിൽ ഈ പറയുന്ന പോലെ ചുട്ടിയൊന്നും കുത്താതെ വെറുതെ പ്ലെയിൻ ആയിട്ട് ഒരാൾ അവിടെ ഇരുന്ന് കത്തിവേഷം ചെയ്യുന്നു എന്ന് ആലോചിച്ച് നോക്കും. അപ്പൊ അതുവഴി ഒരു സ്പെയിനിൽ നിന്ന് വന്നൊരു സ്ത്രീ അതുവഴി നടന്നു പോകാന്നിരിക്കട്ടെ. ഞാൻ ആ സമയത്ത് ആലോചിക്കുന്നത് അവര് നോക്കുമ്പോൾ ഭ്രാന്താണോ, ആയിരിക്കാൻ വഴിയില്ല. എന്തൊരു ഇൻട്രസ്റ്റിംഗ് ആയിട്ടൊരു ഇമേജറി ആയിരിക്കും. ഈ പറയുന്ന കേരള ടൂറിസം നോക്കിക്കഴിഞ്ഞാൽ അതിൻ്റെ അകത്തൊരു സീക്വൻസ് ഇതേപോലെ ഞാൻ ചെയ്തിട്ടുണ്ട്. ഒരു സ്ത്രീ, ഒരു ഫോറിനർ, ഒരു ടൂറിസ്റ്റ് നടന്നു പോകുമ്പോൾ കീചക വേഷം എന്താണ് ചെയ്യുന്നത്, അവിടെ നിന്ന് പ്രാക്ടീസ് ചെയ്യുക. അപ്പൊ ഇങ്ങനത്തെ കുറെ നല്ല മൊമെന്റുകൾ ഒരുക്കി ഞാൻ അതേപോലെ കണ്ണൂര് ഞാൻ പ്രീ ഡിഗ്രി കഴിഞ്ഞ് ഞാൻ ഒരിക്കൽ വൈകുന്നേരം മാറായിപ്പാട വഴി നടന്നു പോകുമ്പോൾ എൻ്റെ കുട്ടിക്കാലത്തൊക്കെ ഞാൻ കണ്ടിരിക്കുന്ന തെയ്യം ഫുൾ വേഷത്തിലും ഫുൾ രൂപത്തിലുമാണ് പെർഫോം ചെയ്ത് വന്ന് അടുത്ത് വന്ന് പറയുന്നതൊക്കെ. പക്ഷേ 5 മണി സമയത്ത് ഞാൻ 2 തെയ്യം നമ്മളെ പോലെ സാധാരണ ആൾക്കാരാണെന്ന് ഞാൻ മനസ്സിലാക്കിയൊരു ഭീകര ഇമേജ് എനിക്കിപ്പോഴും മറക്കാൻ പറ്റില്ല. അതായത് മുഖത്ത് മാത്രം മേക്കപ്പ് ഉണ്ട്, ലുങ്കി എടുത്തിരിക്കണേ, വെറുതെ 2 പേര് അവിടെ ഇരുന്ന് സംസാരിക്കുക. അപ്പൊ ഇതൊക്കെ ഈ പറയുന്ന ഒരു മൊമെന്റ് ആണ്. ചിലപ്പോൾ നാളെ ഇതേ സ്ഥലത്ത് പോയി നമ്മൾ നിന്ന് കഴിഞ്ഞാൽ നമുക്ക് കിട്ടിക്കൊള്ളുന്നില്ല. അത് മാത്രമല്ല, അപ്പൊ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമ്മളെ സർപ്രൈസ് ചെയ്യുന്ന എന്തോരം ഇനിയും നമുക്ക് കാണാൻ സാധിക്കും. അതിനെ ബേസ് ചെയ്തിട്ടാണ് അത് ചെയ്തത്. പക്ഷെ നേരത്തെ പറഞ്ഞു അത് പൂർണ്ണമായ ഒരു ഉത്തരം തരണമെങ്കിൽ ഈ പറഞ്ഞ പോലെ ധാരാളം കഥകൾ. ഞാൻ രാജസ്ഥാൻ ടൂറിസം ചെയ്യുന്ന സമയത്ത് അത് ഇതേപോലെ ഫ്രീ ഓപ്പൺ ആയിട്ട് വന്നതല്ല. ഒഗിൽവി മാഥർ എന്ന് പറഞ്ഞ അഡ്വർടൈസിങ് ഏജൻസി വഴി വന്നതാണ്. പീയൂഷ് പാണ്ഡെയാണ് എൻ്റെ ക്രിയേറ്റീവ് ഹെഡ്, എൻ്റെ ക്രിയേറ്റീവ് റൈറ്റേഴ്സ് ഉണ്ട്. അപ്പോൾ അതിൽ ഞങ്ങൾ തീരുമാനിച്ചൊരു കാര്യം, നേരത്തെ പറഞ്ഞ പോലെ ഇന്റർനാഷണലി ഇന്ത്യ എന്ന് പറയുന്ന മിക്കവാറും ഒക്കെ രാജസ്ഥാൻ ഇമേജസ് ആയിരിക്കും. ഏത് സ്ത്രീകളും. രാജസ്ഥാൻ ടൂറിസം ഞങ്ങൾ ചെയ്ത അവിടുത്തെ ചില കഥാപാത്രങ്ങളുടെ ക്യാരക്ടറിന്റെ സ്റ്റോറികളായിരുന്നു. കാര്യം ഒരു ഫിലിമിനെ പറ്റി ഞാൻ പറയാം, വളരെ പോപ്പുലർ ആയ ഒരു ഫിലിം. ഈ പറയുന്നതൊക്കെ മാറ്റിയിട്ട് ജയ്പൂരിലൊരു പോലീസുകാരനുണ്ട്. ആ പോലീസുകാരൻ്റെ ഏറ്റവും വലിയ ഹോബി എന്ന് പറയുന്നത്
സാധാരണ ഒരു എൻഫീൽഡ് ബൈക്ക് എടുത്തിട്ട് അത് ചിലപ്പം 15 വീലുള്ള ബൈക്കാക്കും. അമ്പോ. പുള്ളി ബൈക്കിന്റെ അതായത് പോലീസുകാരനാണ്, റേസ് അല്ല അത് യൂസ്ഫുള്ളുമാണ്. അപ്പോൾ 15 പേർക്ക് ഈ ബൈക്കിൽ പോകാം, അത് ട്രെയിൻ പോലെ ഇരിക്കും. ഇങ്ങനെ വിവിധ തരത്തിലുള്ള ബൈക്കുകൾ പുള്ളി തന്നെ 2-3 പേരെ വെച്ചിട്ട് പുള്ളി തന്നെ. അതൊരു ഒരു വല്ലാത്തൊരു കലയല്ലേ. അപ്പം ആ മനുഷ്യനെ ഫോക്കസ് ചെയ്ത് ഒരു സ്റ്റോറി മുഴുവൻ ഇങ്ങനെ ഒരാള് 3-4 പേര് ഒരു ഡെസേർട്ടിൽ പെട്ടു നിൽക്കുകയാണ്, ടൂറിസ്റ്റ്. അപ്പൊ പുള്ളി ദൂരെ നിന്ന് വരികയാണ്. അപ്പൊ വരുമ്പോ 2 പേര് വരുന്ന പോലെ തോന്നുന്നു. വന്ന് നിൽക്കുമ്പോൾ വരാൻ പറയും. അവരൊന്ന് എവിടെ വരാൻ നോക്കുമ്പോഴത്തേക്കും ഇങ്ങനെ കിടക്കുക ഒരു ഫിലിം. അപ്പൊ നമ്മൾ ക്യാരക്ടേഴ്സിനെ ഇടും, അതിനെ ബേസ് ചെയ്തിട്ടായിരുന്നു ഓരോ സ്റ്റോറി. ഞാനീ പറഞ്ഞു വരുന്നത് ഇനിയും എനിക്ക് കേരളത്തിനെ പറ്റി കുറേയൊക്കെ ഞാൻ ട്രാവൽ ചെയ്തിട്ടുണ്ട് എക്സ്റ്റെൻസീവ്ലി, ഇപ്പോഴും അറിയാൻ ശ്രമിക്കുന്നു. നമുക്ക് ഭീകരമായൊരു കൾച്ചറുണ്ട്, നമ്മുടെ ആൾക്കാരിൽ കഥകളുണ്ട്. നമ്മൾ ഈ പറഞ്ഞ പോലെ വി ആർ ലൈക്ക് ദിസ് ഒള്ളി എന്ന് പറയൂലേ, എന്ന് പറഞ്ഞാൽ നമ്മൾ എണ്ണയിട്ട് ചെയ്ത് കൈകൊണ്ട് ഉരുട്ടി കഴിക്കും. നമ്മൾ റോ ആണ്, പക്ഷെ അതേ സമയത്ത് നമ്മൾ റിഫൈൻഡ് ആണ്. ഡ്യുവാലിറ്റി എന്ന് പറയുന്ന ഒരവസ്ഥ നമുക്ക്, അത് 2 കോൺട്രാസ്റ്റ് ഉള്ളവരാണ്. വളരെ റോ ആയിട്ടുള്ള ആൾക്കാരാണ്, പക്ഷെ ഭയങ്കര റിഫൈൻഡ് ആണ്. അപ്പം ഞാൻ പറഞ്ഞു ഇനിയും ചെയ്യാൻ എന്തോരം കഥകളുണ്ട് ഇവിടെ. ഏതൊരു സമയത്ത് നമ്മൾ എന്ത് കമ്മ്യൂണിക്കേഷനും എന്ത് കാര്യവും ഇന്നത്തെ സമയത്ത് എസ്പെഷ്യലി സോഷ്യൽ മീഡിയ അത്രമാത്രം സ്ട്രോങ് ആയിരിക്കുന്ന സമയത്ത് ആൾക്കാർ ഡിസ്ട്രാക്റ്റഡ് ആണ്. കാര്യം ഇപ്പം നമുക്ക് ഹ്യൂമർ വേണം, ഗുഡ് ലുക്കിംഗ് ഒരു ഇമേജ് വേണം, അല്ലെങ്കിൽ ചെറിയ ചെറിയ നമ്മളെ ചിരിപ്പിക്കുന്ന പേടിപ്പിക്കുന്ന ഒക്കെ ആൾക്കാർ വെറുതെ ഫോണിൽ ഷൂട്ട് ചെയ്തിട്ടാൽ പോരെ. നമ്മൾ അതിങ്ങനെ റീക്രിയേറ്റ് ചെയ്യും, ബുദ്ധിമുട്ടാണ്. വെറുതെ ഒരു പൂച്ച നടന്നു പോകുന്ന എന്തോ പൂച്ച കാണിച്ചാൽ അത് ഹ്യൂമറായി മാറി. ഇങ്ങനത്തെ ഒരു സമയത്ത് നമ്മൾ സ്റ്റേജ് ചെയ്ത് ഒരു കഥ പറയുമ്പോൾ നമ്മൾ അതിൻ്റെ ഡീപ്പായിട്ട് പോയിട്ട് അത് എൻഗേജ് ചെയ്യാൻ ശ്രമിക്കണം. പിന്നെ എത്രയൊക്കെ ടെക്നോളജി മാറിയാലും ഒരു സ്റ്റോറി അതിൻ്റെ ഇമോഷനോട് കൂടി പറഞ്ഞാൽ അതിന് ഞാൻ പറയുന്നു ഇനി 200 വർഷം AI വരാം, അതൊക്കെ നമ്മളിതെല്ലാം യൂസ് ചെയ്യണം. എന്നാൽ ഇതവിടെ ഉണ്ടാവും. ഇമോഷൻ, നമ്മൾ മനുഷ്യനാണ്, നമുക്ക് ഇമോഷൻ ഉണ്ട്. അത് നമ്മൾ കണക്ട് ചെയ്യാൻ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റിയാൽ അത് 5 സെക്കൻഡുള്ള വീഡിയോ ആണെങ്കിലും 5 മണിക്കൂറുള്ള സിനിമയാണെങ്കിലും എൻഗേജിങ് ആയിട്ട് പറഞ്ഞാൽ മനുഷ്യൻ കണ്ടിരിക്കും. അത് മാത്രമേ നമുക്ക് അത്ര ഡീപ്പായിട്ട് ഹോംവർക്ക് ചെയ്യണം. അപ്പം ഞാൻ പറയുന്ന ചോദ്യത്തിന് ധാരാളം കഥകൾ ഇനിയും ചെയ്യാനിരിക്കുന്നു, ഇഷ്ടംപോലെ സ്കോപ്പുണ്ട്. അതുകൊണ്ട് സന്തോഷമേ ഉള്ളൂ. അതെ, അപ്പോൾ നമുക്കതൊന്ന് ആലോചിക്കാം. അതെ, ആ നിലയിൽ എനിക്ക് തോന്നുന്നു നിങ്ങൾ ഈ പരസ്യ വർക്കും കമ്പനിയൊക്കെ ആയി പോയത് നിങ്ങൾ അഭിനയത്തിനും കൂടി ഒരുപാട് ഗുണം ചെയ്തിട്ടുണ്ട്. തീർച്ചയായിട്ടും ഉണ്ട്. കാര്യം ഞാൻ നേരത്തെ ഇതിൻ്റെ 2 സ്ഥലത്ത് ഞാനൊരു ലിറ്ററേച്ചർ ഫെസ്റ്റിവലിൻ്റെ സമയത്ത് ഞാൻ എന്നെപ്പറ്റി പറയും. ഈ സിനിമയുടെ തുടക്ക സമയത്ത് എന്തോ ഒരു ഇൻ്റർവ്യൂ വീഡിയോയിൽ ഞാൻ പറഞ്ഞു, കള്ളത്തരം പണ്ട് തൊട്ടേ ചെറിയ തോതിലുള്ളതുകൊണ്ട്. അതായത് ഇപ്പം സ്കൂളിൽ നിന്ന് എന്തുകൊണ്ട് ലേറ്റായി വന്നു, അപ്പം ഇന്ന സ്ഥലത്ത് ഇങ്ങനെ ഒരു സാധനം കണ്ടു എന്ന് വെറുതെ ഉണ്ടാക്കി പറയുമ്പോൾ വിശ്വസിച്ചു. എക്സ്ക്യൂസ് മീ, ഒരു സിനിമ കണ്ടു എന്ന് കഴിഞ്ഞ് ഞാനിപ്പം മിനിസ്റ്ററിൻ്റെ ഇപ്പം ആ സിനിമയെ പറ്റി പറയുകയാണെങ്കിൽ ചിലപ്പോൾ ആ സിനിമ കണ്ടു കഴിഞ്ഞാൽ മിനിസ്റ്റർ ഇഷ്ടമാവില്ല. കാര്യം ഞാൻ പറഞ്ഞത് കുറേയും കൂടെ കൊഴിപ്പിച്ചായിരിക്കും. ആ പറഞ്ഞതാണല്ലോ നല്ലത് എന്നൊക്കെ ചെറുപ്പകാലത്ത് കേൾക്കുമ്പോൾ സിനിമ കഥ ചിലപ്പോൾ ഇഷ്ടപ്പെടും, സിനിമ ഇഷ്ടപ്പെടില്ല. അപ്പൊ ഈ പറഞ്ഞ രീതി, അപ്പൊ നമുക്ക് അങ്ങനെയൊക്കെയാണ് എനിക്ക് കോൺഫിഡൻസ് ഉണ്ടായത്. അപ്പം അഭിനയം ചെറുപ്പകാലം തൊട്ടുണ്ട്, പക്ഷെ ആദ്യമായിട്ടാണ് സിനിമയിൽ വന്ന് ചെയ്യുന്നത്. ഇതേപോലെ നമ്മൾ ഇപ്പം ഞാനൊരു എക്സാമ്പിൾ പറഞ്ഞുതരാം. ഞാൻ ഒരു പൂർണ്ണ മലയാളിയാണ്, ഞാൻ ഇവിടുന്ന് പോയ ആളാണ്. ഞാൻ സെറ്റിൽ ചെയ്തിരിക്കുന്ന ബാംഗ്ലൂരാണ്. പക്ഷേ മിക്കവാറും ഇന്ത്യയിൽ പല സ്ഥലത്തും ഷൂട്ടുമായിട്ട് ബന്ധപ്പെട്ടും അല്ലാതെ തന്നെയും ഞാൻ ട്രാവൽ ചെയ്യാൻ വളരെ ആഗ്രഹിക്കുന്ന ഒരാളാണ്. ഞാൻ പറ്റാവുന്ന സമയങ്ങളിലെല്ലാം ഞാനൊരു ട്രാവലറാണ്. അത് ഞാൻ സോളോ ആയിരിക്കും, എൻ്റെ ജോലിയായിട്ട് ബന്ധപ്പെട്ടായിരിക്കും, അല്ലെങ്കിൽ ഫാമിലി കുട്ടികളുമായിട്ട്. ചെറുപ്പനാൾ തൊട്ടേ ഞങ്ങളെല്ലാം വെറുതെ ഇരിക്കുന്നൊരു സമയമില്ല. അപ്പം അതുകൊണ്ട് തന്നെ ഞാൻ ഇപ്പം ഇന്ത്യയിൽ തന്നെ നമ്മൾ ട്രാവൽ ചെയ്ത് ഞാൻ മിക്കവാറും പല സ്ഥലങ്ങളിലാകുമ്പോൾ പെട്ടെന്ന് ഞാൻ കേരളത്തിൽ വരുമ്പം എനിക്ക് തോന്നുന്ന ചില വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കാര്യങ്ങളുണ്ട്. എനിക്ക് ഡ്രൈവ് ചെയ്യാൻ ഇഷ്ടമുള്ളൊരു മനുഷ്യനാണ്. ഞാൻ ധാരാളം ഡ്രൈവ് ചെയ്യുന്നതാണ്. അത് ഇവിടെയാണെങ്കിലും എവിടെയാണെങ്കിലും. കേരളത്തിൽ എസ്പെഷ്യലി വരുമ്പോൾ ഈ പറയുന്ന പല കാര്യങ്ങളിൽ
ഒരു കാര്യം സ്പെസിഫിക് ആയിട്ട് എനിക്ക് പല സമയത്തും തോന്നിയത്, എനിക്ക് അത്രയും കംഫർട്ടബിളായിട്ട് ഡ്രൈവ് ചെയ്യാൻ പറ്റാത്ത പല സ്ഥലങ്ങളുമുണ്ട്. കേരളത്തിൽ അത്ഭുതകരമാണ്. ഞാൻ എസ്പെഷ്യലി ചെറിയ റോഡുകൾ, ഒരു സ്ഥലത്തു നിന്ന് വേറെ സ്ഥലത്ത്, ഞാൻ പറഞ്ഞത് വലിയ ഹൈവേകളല്ല, ചെറിയ റോഡുകൾ പോലും ഭയങ്കര ബ്യൂട്ടിഫുള്ളായിട്ട് മാർക്ക് ചെയ്ത് റിഫ്ലക്റ്റേഴ്സ്, നമുക്കെല്ലാ ഡീറ്റെയിലും കാണാൻ പറ്റും. ചില കേവ് നമ്മൾ എടുക്കുന്ന സമയത്തൊക്കെ ആ ഡീറ്റെയിൽ കാണാമെന്നൊക്കെ പറഞ്ഞാൽ എന്നെ സംബന്ധിച്ച് ആസ് എ ഡ്രൈവർ അത് ഞാൻ അങ്ങനെ എപ്പോഴും ഇന്ത്യയിൽ പല സ്ഥലത്തും കാണാത്ത കാര്യങ്ങളാണ്. പക്ഷേ ഇങ്ങനത്തെ കാര്യങ്ങൾ ചില സമയത്ത് ഞാനിവിടെ ഡിസ്കസ് ചെയ്യുമ്പം ഒബ്വിയസ്ലി നാച്ചുറലി നമ്മളിത് യൂസ്ഡ് ആയി കഴിഞ്ഞാൽ നമ്മളിതല്ലാത്ത വേറെ ചില കാര്യങ്ങളെ പറ്റിയായിരിക്കും നമ്മൾ എപ്പോഴും നോക്കുക. അങ്ങനത്തെ കാര്യങ്ങൾ തീർച്ചയായിട്ടും നമുക്ക് ലോങ് വേ ടു ഗോ. പക്ഷെ ധാരാളം പ്ലസ് പോയിൻറ്റ്സ് കേരളത്തിനുണ്ട്. അത് ഒന്ന്, ഓൾറെഡി നമ്മുടെ ഇൻഫ്രാസ്ട്രക്ചർ അവിടെ ഉണ്ട്. ഇനിയും ധാരാളം സമയം എടുത്ത് മുമ്പോട്ട് പോകാൻ ഇനിയും ധാരാളം സ്കോപ്പ് ഉണ്ട്. നമുക്ക് നേച്ചറുണ്ട്, നമുക്ക് ഭൂമിയില്ല, തിക്ലി പോപ്പുലേറ്റഡ് ആണ്, വളരെ തിക്ലി പോപ്പുലേറ്റഡ് ആണ്. അപ്പം ഇങ്ങനത്തെ എന്നാൽ തന്നെയും നമുക്ക് നേച്ചറിനെ ഒരിക്കലും മിസ് ചെയ്യാൻ പറ്റില്ലല്ലോ. എന്തോരം ഗ്രീനറിയും എന്തോരം വാട്ടർ ബോഡീസും ഒക്കെ ഉണ്ട്. അപ്പം എന്നെ സംബന്ധിച്ച് എപ്പോഴും ഇവിടെ വരുമ്പോൾ ആ ഒരു പോസിറ്റിവിറ്റി ഉണ്ട്. ഞാൻ പലതും പല സമയത്ത് നോട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഒരു കഥ പറയാനോ ഒരു ക്യാരക്ടറോ, ഒരു ദിവസം നമുക്ക് പറയണത് കഥ. അതെ, ചിലപ്പോൾ ക്യാരക്ടർ ആയിരിക്കില്ല, ഒരു മരം, ആ മരത്തെ ചുറ്റിപ്പറ്റി നടന്ന ഇതുവരെ പറയാത്ത ചില കാര്യങ്ങളായിരിക്കും. അതൊക്കെ ഇവിടെ മാത്രം ഞാൻ കണ്ട ക്രിയേറ്റീവ് ആയിട്ട് ഞാൻ വേണ്ടി നമുക്ക് അതിലൊന്ന് കൈകോർക്കണം. അങ്ങനെ അപ്പം ധാരാളം കഥകൾ ഇവിടെ മാത്രമല്ല, ഞാൻ ഈ പറയുന്ന ഇന്റർനാഷണൽ ടൂറിസ്റ്റ്, അതായത് വിദേശികൾക്ക് വരെ നമ്മൾ ഏതൊരു കമ്മ്യൂണിക്കേഷൻ ചെയ്താലും എന്നെ സംബന്ധിച്ച് യൂണിവേഴ്സലായിരിക്കണമെന്നാണ്. നമുക്ക് തീർച്ചയായിട്ടും എല്ലാവരും മനുഷ്യരാണ്, ടാർഗറ്റ് ഓഡിയൻസ് ഉണ്ടാവാം. പക്ഷെ എല്ലാവർക്കും വേണ്ടിയുള്ളതായിരിക്കും. ഒരു 10 വയസ്സുള്ള കുട്ടി കണ്ടാലും ഒരു 90 വയസ്സുള്ള ഒരു ഗ്രാൻഡ് ഫാദർ കണ്ടാലും ഒരു ഇമ്പം ഉണ്ടാവണം. അത് ഈ ഇമ്പം എന്ന് പറയുമ്പോൾ ഈ കമ്മ്യൂണിക്കേഷൻ അതൊരു പ്രധാന ഘടകമാണ്. എനിക്ക് തോന്നിയിട്ടുള്ള കാര്യം, ഇപ്പോൾ റോഡിൻ്റെ പറഞ്ഞല്ലോ, ഈ കേരളത്തിൽ ഈ പച്ച നീല ബോർഡുകൾ ഇപ്പോൾ റോഡ് സൈഡിൽ കണ്ടോന്നറിയില്ല. ജനങ്ങൾ കാഴ്ചക്കാരല്ല, കാവൽക്കാരാണ്. ഈ സർക്കാർ വന്ന സമയത്ത് ഈ ഒരു പുതിയ റോഡ് ഉണ്ടാക്കിയാൽ ഒരു നിശ്ചിത കാലാവധി റോഡിന് എന്ത് കുഴപ്പമുണ്ടെങ്കിലും അതിന് ബന്ധപ്പെട്ട കരാറുകാർ അതിൻ്റെ കുഴപ്പം അപ്പം പരിഹരിക്കണം എന്നാണ് PWD മാനുവലിൽ പറയുന്നത്. ദൗർഭാഗ്യവശാൽ അതിൽ ചില പ്രയാസങ്ങളുണ്ടായി. അപ്പോൾ ഇത് ജനങ്ങളെ അറിയിക്കാൻ ഈ പുതിയ റോഡിൻ്റെ രണ്ടറ്റത്തും പച്ച ബോർഡ് വെച്ചു, ജനങ്ങൾ കാഴ്ചക്കാരല്ല, കാവൽക്കാരാണ്. എന്നിട്ട് കോൺട്രാക്ടറുടെ പേര്, ഫോൺ നമ്പർ, ഉദ്യോഗസ്ഥൻ്റെ ഫോൺ നമ്പർ, ടോൾ ഫ്രീ നമ്പർ, ഇതൊക്കെ വെച്ചു. ഈ കാലാവധി ഇപ്പോൾ ഈ 3 കൊല്ലം ആണ് ഇതിൻ്റെ ഡിഫക്റ്റ് ലയബിലിറ്റി പീരീഡ്, പരിപാലന കാലാവധി. ഈ പരിപാലന കാലാവധിയിൽ എന്ത് സംഭവിച്ചാൽ ഈ നമ്പറിൽ വിളിക്കാം, ഇവരാണ് ഉത്തരവാദിത്വം എന്നുള്ള നിലയിൽ വെച്ചു. അതിനുശേഷം റോഡ് നിർമ്മാണത്തിൽ കുറെ കൂടി മെച്ചമുണ്ട് എന്നാണ് പൊതുവായിട്ടുള്ള അഭിപ്രായം. അതോടൊപ്പം പിന്നീട് അത് സക്സസ് ആയപ്പോൾ ഈ പരിപാലന കാലാവധി കഴിഞ്ഞ റോഡുകൾ പിന്നീട് പരാതി വന്ന് എസ്റ്റിമേറ്റ് എടുത്തൊക്കെ പോകുമ്പോൾ സമയം കുറെ പിടിക്കും. നേരത്തെ തന്നെ ആ പരിപാലന കാലാവധി കഴിയുന്ന തൊട്ടടുത്ത ദിവസം മുതൽ 1 കൊല്ലത്തേക്ക് ടെൻഡർ കൊടുക്കുന്നു. അതിന് റണ്ണിങ് കോൺട്രാക്ട് കൊണ്ടുവന്നു. ആ റണ്ണിങ് കോൺട്രാക്ട് ഈ ഒരു കൊല്ലം ഈ റോഡിന് എന്ത് കുഴപ്പമുണ്ടെങ്കിലും ഇന്ന ആൾക്കാണ് അതിൻ്റെ ചുമതല, കരാറുകാരൻ്റെ പേര്, ഫോൺ നമ്പർ, ഉദ്യോഗസ്ഥൻ്റെ ഫോൺ നമ്പർ, ടോൾ ഫ്രീ നമ്പർ, ജനങ്ങൾ കാഴ്ചക്കാരല്ല, കാവൽക്കാരാണെന്നുള്ള ബോർഡും വെച്ചു രണ്ടറ്റത്തും. ഇത് നന്നായി സക്സസ് ആയി. കേരളത്തിലെ ഇപ്പോൾ PWD റോഡുകളിലെ 30,000 കിലോമീറ്റർ റോഡുകളിൽ ഒരു 24,000 കിലോമീറ്റർ റോഡുകളുടെ രണ്ടറ്റത്ത് ഒന്നുകിൽ പച്ച ബോർഡോ നീല ബോർഡോ ഉണ്ട്. പക്ഷെ ഇത് ജനങ്ങളോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന കാര്യത്തിൽ ഇങ്ങനെ ചെയ്തു, ഇതിൻ്റെ മാറ്റമുണ്ട്, പ്രസംഗത്തിൽ പറയാറുണ്ട്, സോഷ്യൽ മീഡിയയിൽ ഒരു പരിധിവരെ പറയാറുണ്ട്, പക്ഷേ റീച്ചില്ല. ഇത് പലപ്പോഴും ഞാൻ പറയാം, നമുക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ വേണ്ടി ചിലത് പറ്റുന്നില്ല എന്നുള്ള തോന്നൽ വരുന്നു. അതാണ് അങ്ങ് ഇവിടെ പറഞ്ഞ, നമുക്ക് ആളുകളിൽ അത് പറഞ്ഞ് ബോധ്യപ്പെടുത്തുക, അതൊരു പ്രധാന ഫാക്ടറാണത്. വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അത് എന്തൊരു കാര്യത്തിലും നമ്മൾ എന്തൊരു കമ്മ്യൂണിക്കേഷൻ നടത്തുന്ന സമയത്ത്, എസ്പെഷ്യലി വിഷ്വലി. ഇപ്പം എൻ്റെ ഒരു മേഖലയിൽ ഇപ്പം നേരത്തെ പറഞ്ഞ പോലെ നമ്മൾ ഇപ്പം മിനിസ്റ്ററിൻ്റെ ഒരു കോൺവെർസേഷൻ നടത്തുന്നു, അല്ലെങ്കിൽ ഒരു പ്രസംഗം നടത്തുന്ന പറയുന്ന പോലെ വിഷ്വൽ കമ്മ്യൂണിക്കേഷൻ നമ്മൾ കുറച്ചും കൂടി ഡീപ്പായിട്ട് അതിനെപ്പറ്റി മനസ്സിലാക്കി, അതിൻ്റെ 360 മനസ്സിലാക്കി വളരെ സിമ്പിളായിട്ടൊരു കമ്മ്യൂണിക്കേഷൻ ചെയ്യാൻ പറ്റും. അത് വളരെ പവർഫുള്ളാണ് വിഷ്വൽ മീഡിയം. ഈ പറഞ്ഞ കേസ് നമ്മൾ ചെയ്തതറിയിക്കാൻ വേണ്ടിയല്ല, ഇത് നിലനിൽക്കണം. ഈ സംവിധാനം നിലനിൽക്കണം. ജനങ്ങളിൽ ഇതിൻ്റെ മെസ്സേജ്, ഇപ്പോൾ ഒരു ചെറിയ പെർസെൻറ്റേജ് ജനങ്ങളിൽ ഇത് എത്തിയിട്ടുള്ളൂ. ജനങ്ങളിലാകെ ഇതിൻ്റെ മെസ്സേജ് എത്തിക്കഴിഞ്ഞാൽ
ഈ കേരളമുള്ള കാലത്തോളം ഈ സംവിധാനത്തിന് ഒരു കോട്ടം നിട്ടില്ല. അതെ, സുതാര്യത ഉറപ്പുവരുത്താൻ പറ്റും. റോഡ് നിർമ്മാണം എന്ത് നിർമ്മാണത്തിലും പൂർണ്ണമായും ചെലവഴിക്കേണ്ട തുക മുഴുവൻ ചെലവഴിക്കാൻ പറ്റും. എവിടെയെങ്കിലും പാളിച്ചുണ്ടെങ്കിൽ ജനങ്ങൾക്ക് അപ്പം തന്നെ അത് ചൂണ്ടിക്കാണിക്കാൻ പറ്റും. അങ്ങനെ പൊതുവെ അത് സുതാര്യതയിലൂടെ ജനങ്ങൾ കാഴ്ചക്കാരല്ല കാവൽക്കാരാണെന്നുള്ള ആ കൺസെപ്റ്റ് സുതാര്യതയിലൂടെ നമുക്ക് കേരളത്തിൽ വലിയ മാറ്റം ഉണ്ടാക്കാൻ പറ്റും. നിലനിൽക്കും. ഈ വന്ന മാറ്റം ഇന്ന കാരണത്താലാണ് എന്ന് ജനങ്ങളെ കൂടുതൽ ബോധ്യപ്പെടുത്താൻ കുറെ കൂടി കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനുള്ള ഒരു രീതികൾ അവലംബിക്കേണ്ടതുണ്ട്. തീർച്ചയായിട്ടും. അത് കാര്യം ഇത് ഞാൻ പറയുന്നത് ഇപ്പോൾ ഒരു ഗവൺമെന്റ് ബോഡി മാത്രമല്ലല്ലോ, ഇതിൻ്റെ അകത്ത് ഈ പറയുന്ന ജനങ്ങളും കൂടി ഇൻവോൾവ് ചെയ്ത ഒരു പ്രോസസ്സാണ്. തീർച്ചയായിട്ടും. അപ്പം അത് പവർഫുൾ ആവും, അത് നിലനിൽക്കും. ഞാനൊരു ഉദാഹരണം പറയാം. ഞാൻ പല സ്ഥലത്തും ട്രാവൽ ചെയ്തിട്ടുണ്ടെങ്കിൽ എന്നെ സംബന്ധിച്ച് എപ്പോഴും എന്നെ വല്ലാതെ എക്സൈറ്റ് ചെയ്യിക്കുന്നതും ഞാൻ ധാരാളം പഠിക്കുന്നൊരു കൾച്ചറാണ് ജപ്പാൻ. അപ്പം ഞാൻ മിക്കവാറും എല്ലാ വർഷവും അത് കുട്ടികളുമായിട്ട് പോവും, അല്ലാതെയും പോവും. ഈ അടുത്ത മാസവും പോകുന്നുണ്ട്. അപ്പം ഒരു സമയത്ത് ഞാൻ ഒരു ചെറിയൊരു ടൗണിലെ പാർക്ക് ഡെവലപ്പ് ചെയ്യുക. അപ്പോൾ ഈ പാർക്കിൻ്റെ ഡെവലപ്മെൻ്റ് എന്ന് പറയുന്ന ഡിസൈൻ അത് അവിടുത്തെ ആൾക്കാരെയും കൂടി ഇൻവോൾവ് ചെയ്തിരിക്കുന്ന അവിടെ വെച്ചിരിക്കുകയാണ്. ഇനിയും കോൺട്രിബ്യൂഷൻസ് ആൾക്കാർക്ക് അതിൽ ചെയ്യാം. അതിൽ വേണ്ട കാര്യങ്ങൾ മാത്രം ഇൻവോൾവ് ചെയ്ത്. കാര്യം നമ്മളിപ്പോൾ ഒരു വീട് പണിയുമ്പം ഒരു ആർക്കിടെക്റ്റിൻ്റെ അടുത്ത് വെറുതെ പണിയുന്നതിനെക്കാട്ടിലും നമ്മുടെ സ്പേസിനെ മനസ്സിലാക്കുക എന്ന് പറയുന്നൊരു കാര്യമുണ്ടല്ലോ. എന്നാലേ അത് നമ്മുടെ സ്പേസ് ആവുള്ളൂ. അപ്പം ഈ പറയുന്ന ഓണറും ആർക്കിടെക്റ്റും കൂടെ ചേർന്ന് വേണം അത് കൺസ്ട്രക്ട് ചെയ്യാൻ. അതേപോലെ ഈ പാർക്ക് ഉണ്ടാക്കുന്ന ഒരു എക്സാമ്പിൾ പറയാം. അതേപോലെയാണ് പബ്ലിക്കിന് ആർക്ക് വേണമെങ്കിലും അതിന്റെ അഭിപ്രായങ്ങൾ നിർദ്ദേശങ്ങൾ എന്നിട്ട് അവസാനം കാര്യം അവർക്ക് ആവശ്യമുള്ള പല കാര്യങ്ങളും കാര്യം ആ ബോഡി വെറുതെ കൺസ്ട്രക്ട് ചെയ്തൊരു പാർക്ക് ഉണ്ടാക്കുന്നതിന് മുമ്പ് ആ പാർക്കിനും ആ ഏരിയയ്ക്കും അവർക്ക് എന്താണ് ആവശ്യം എന്ന് മനസ്സിലാക്കി ചെയ്യുന്നൊരു. അപ്പം അതേപോലെ ഇപ്പോൾ ഈ റോഡിൻ്റെ കാര്യം പറഞ്ഞ പോലെ തന്നെ ഈക്വലി റെസ്പോൺസിബിലിറ്റി രണ്ടുപേർക്കും ഉണ്ടാവുന്ന ഒരു പദ്ധതിയാണ്. അത് നിലനിൽക്കും, അത് ഗുണങ്ങളേ ചെയ്യുള്ളൂ, സന്തോഷമേ ഉള്ളൂ. ഞാനത് എത്രയും പവർഫുൾ ആയിട്ട് നിങ്ങൾ അത് എങ്ങനെ ജനങ്ങൾ കൂടുതൽ എത്തിക്കാൻ പറ്റുന്നുള്ളത് നിങ്ങളും ചിന്തിക്കുക. തീർച്ചയായിട്ടും ഒരു പൗരൻ എന്നുള്ളതല്ലേ. പിന്നെ അതെ നമുക്കൊരു ഐഡിയാസ് പറഞ്ഞു തന്നത് നല്ലതാണ്. തീർച്ചയായിട്ടും. കേരളത്തിലെ ടൂറിസം വികസിക്കുക എന്നുള്ളത് കേരളത്തിന്റെ ഓരോ പൗരന്റെ ആവശ്യമാണ്. കേരളത്തിൽ മികച്ച പശ്ചാത്തല സൗകര്യം ഉണ്ടാവുക എന്നുള്ളത് ഓരോ പൗരൻ്റെ ആവശ്യമാണ്. ഞാനിപ്പോൾ ഈ 2 വകുപ്പ് കൈകാര്യം ചെയ്യുന്ന ഒരു മനുഷ്യൻ എന്നുള്ളത് പറയുന്നത്. അപ്പം അതിലൊരു പൗരൻ എന്നുള്ള നിലയിൽ അങ്ങയുടെ വളരെ വിലയേറിയ നിർദ്ദേശങ്ങൾ അത് തുടർന്നും വേണം, എല്ലാ നിലയിലും വേണം. അത് എങ്ങനെയൊക്കെ സ്വീകരിക്കാൻ സാധ്യമാകുന്നു അങ്ങനെയൊക്കെ സ്വീകരിച്ച് നമുക്ക് ഇത്തരം കാര്യങ്ങൾ ഒരുമിച്ച് കൈകോർത്ത് മുന്നോട്ട് പോകാം. തീർച്ചയായിട്ടും. വളരെ സന്തോഷം. ഞാൻ ഈ പറഞ്ഞ പോലെ ഒരു പൂർണ്ണ മലയാളിയാണ്. കേരളത്തിന് വേണ്ടി എത്ര സമയവും എന്തും സന്തോഷം മാത്രമേ ഉള്ളൂ. പിന്നെ അത് മാത്രമല്ല, ഇതൊക്കെ ഒരു പോസിറ്റീവ് ആയിട്ട് കണക്കാക്കുകയാണ് ഞാൻ ഇങ്ങനത്തെ കോൺവെർസേഷൻ. കാര്യം ഒരു മിനിസ്റ്റർ എന്നുള്ള രീതിയിൽ ഇങ്ങനത്തെ കാര്യത്തിലും സമയം സ്പെൻഡ് ചെയ്യുക, അതായത് വിവിധ മേഖലകളിലുള്ള ആൾക്കാർ അവരുമായിട്ടുള്ള കോൺവെർസേഷൻ എന്നൊക്കെ പറയുന്നത് തീർച്ചയായിട്ടും പോസിറ്റീവാണ്. അപ്പോൾ സന്തോഷം മാത്രമേ ഉള്ളൂ. തയ്യാർ. താങ്ക് യു സോ മച്ച്.